നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡിനെതിരെ നടത്തിയ ആക്രമണം CPM-ന് വിനയാകുന്നു. കേസിൽ അറസ്റ്റിലായ 19 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇന്നും 6 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതോടെ 25 പേർ ഈ കേസിൽ അകത്തായിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ നോക്കി 300ഓളം പേരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നത്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികളിലെല്ലാം CPM DYFI പ്രവർത്തകരുമാണ്. അറസ്റ്റിലായ പ്രതികളിൽ നിന്നും ദൃശ്യങ്ങൾ കാണിച്ചാണ് മറ്റുള്ളവരെ അന്വേഷിക്കുന്നത്. വീടുകളിലും പാർട്ടി ഓഫീസുകളിലുമൊക്കെ അന്വേഷണം പോലീസ് ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ്. CPM-ലും പോലീസ് സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒളിവിലുള്ളവരുടെ വിവരങ്ങൾ പോലീസിനു കൈമാറേണ്ട ഗതികേടും നേതാക്കൾക്ക് വന്നുപെട്ടിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെത്തിയ കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസാണ് പ്രവർത്തകർക്ക് എതിരെയുള്ളത്. കാർ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉള്ളതിനാൽ കുറ്റം നിഷേധിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ്. EDക്ക് നേരെയുള്ള ആക്രമണം ദേശീയ തലത്തിൽ തന്നെ വാർത്തയായത് CPM-നും വലിയ ക്ഷീണമായി. അന്വേഷണത്തെ എന്തിന് ഭയപ്പെടണം? മടിയിൽ കനമില്ലാത്തവർ പേടിക്കണ്ട എന്ന് പിണറായി തന്നെ ചൂണ്ടിക്കാട്ടിയതും നേതാക്കൾ ഇപ്പോൾ ചർച്ചയാക്കുന്നുണ്ട്. അന്വേഷണത്തെ അക്രമം കൊണ്ട് നേരിട്ടത് ശരിയായ നടപടി ആയില്ലെന്ന അഭിപ്രായത്തിലേക്കാണ് CPM ഇപ്പോൾ നീങ്ങുന്നത്. പിണറായിയുടെ കണ്ണൂരെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത്. ആക്രമണം നടന്നിട്ടില്ല. അതേ രീതിയിലുള്ള പ്രതിഷേധം തന്നെ തിരുവനന്തപുരത്തും മതിയായിരുന്നു എന്ന അഭിപ്രായത്തിലാണ് നേതാക്കളിൽ ഭൂരിപക്ഷവും. ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപത്തിന് നേതാക്കൾക്ക് മറുപടിയും നൽകാൻ കഴിയുന്നില്ല. റെയ്ഡ് സമയത്ത് നടന്ന അക്രമം നടന്നത് EDയും ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. CMRL എക്സാലോജിക് കേസിൽ ശക്തമായ നടപടികൾ EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. വീണ വിജയന്റെ ഫോണും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ ED പിടിച്ചെടുത്തിട്ടുണ്ട്. ലോക്കർ പരിശോധനയിലേക്കും ED ഇപ്പോൾ കടക്കുകയാണ്. HDFC ബാങ്കിലെ വീണയുടെ ലോക്കറാണ് തുറന്നു പരിശോധിക്കുക. വീണയെ കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം സ്വത്ത് മരവിപ്പിക്കാനും ED ഒരുങ്ങുന്നുമുണ്ട്.